നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇത്തവണത്തെ യുവേഫ യൂറോ കപ്പ് കിരീടം സ്വന്തമാക്കിയത് സ്പെയിനാണ്. 1-2 ഗോളുകൾക്കാണ് ഫൈനലിൽ അവർ ഇംഗ്ലണ്ടിനെ പരാജയപ്പെടുത്തിയത്. അർഹിച്ച കിരീടമാണ് സ്പെയിനിന് ലഭിച്ചത് എന്ന കാര്യത്തിൽ സംശയങ്ങളൊന്നുമില്ല. കളിച്ച എല്ലാ മത്സരങ്ങളിലും അവർ വിജയിച്ചിട്ടുണ്ട്. വമ്പന്മാരായ ഇറ്റലി, ക്രൊയേഷ്യ, അതുപോലെ തന്നെ ജർമ്മനി, ഫ്രാൻസ്, ഇംഗ്ലണ്ട് എന്നിവരെയൊക്കെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് സ്പെയിൻ ഈ ഒരു കിരീടം സ്വന്തമാക്കിയിട്ടുള്ളത്. ഏതായാലും അതിലെ ഏറ്റവും മികച്ച താരങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് IFFHS ഒരു 11 ഇപ്പോൾ പുറത്തുവിട്ടിട്ടുണ്ട്. അതിലും സ്പാനിഷ് ആധിപത്യമാണ് നമുക്ക് കാണാൻ സാധിക്കുക. അതായത് 11 താരങ്ങളിൽ 7 താരങ്ങളും സ്പെയിനിൽ നിന്നുള്ളവരാണ്. ബാക്കിയുള്ള രാജ്യങ്ങളിൽ നിന്ന് കേവലം 4 താരങ്ങൾ മാത്രമാണ് ഉള്ളത്. ആ 11 നമുക്കൊന്ന് പരിശോധിക്കാം. ഗോൾ കീപ്പർ ആയിക്കൊണ്ട് ഇംഗ്ലീഷ് ഗോൾ കീപ്പറായ ജോർദാൻ പിക്ഫോർഡ് ആണ് ഇപ്പോൾ വരുന്നത്. ഇനി പ്രതിരോധ നിരയുടെ കാര്യത്തിലേക്ക് വന്നാൽ സെൻട്രൽ ബാക്കുമാരായിക്കൊണ്ട് ഇംഗ്ലീഷ് താരമായ ജോൺ സ്റ്റോൺസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഫ്രഞ്ച് സൂപ്പർ താരമായ വില്യം സാലിബയും ഇടം നേടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇടത് വിങ് ബാക്കിൽ ഇടം നേടിയിട്ടുള്ളത് സ്പെയിനിന്റെ സൂപ്പർ താരമായ മാർക്ക് കുക്കുറയെയാണ്. ഇനി വലത് വിങ് ബാക്ക് പൊസിഷനിൽ വരുന്നത് മറ്റൊരു സ്പാനിഷ് താരമായ ഡാനി കാർവഹലാണ്. മധ്യനിരയിൽ മുഴുവനും സ്പെയിൻ താരങ്ങളാണ്. ബാക്കിയുള്ള രാജ്യങ്ങളിൽ നിന്ന് ഒരു താരം പോലും ഇടം നേടിയിട്ടില്ല. മധ്യനിരയിൽ റോഡ്രി, ഡാനി ഒൽമോ, ഫാബിയാൻ റൂയിസ് എന്നിവരാണ് ഇടം കണ്ടെത്തിയിട്ടുള്ളത്. നമുക്കറിയാം മികച്ച പ്രകടനമാണ് ഈ താരങ്ങളൊക്കെ സ്പെയിനിന് വേണ്ടി യൂറോ കപ്പിൽ ഉടനീളം നടത്തിയിട്ടുള്ളത്. മുന്നേറ്റ നിരയുടെ കാര്യത്തിലേക്ക് വന്നാൽ 2 താരങ്ങൾ സ്പെയിനിൽ നിന്നുള്ളവരാണ്. വലത് വിങ്ങിൽ ലാമിൻ യമാലും ഇടത് വിങ്ങിൽ നിക്കോ വില്യംസുമാണ് വരുന്നത്. സെൻട്രൽ സ്ട്രൈക്കർ പൊസിഷനിൽ കോഡി ഗാക്പോയാണ് ഇപ്പോൾ ഇടം നേടിയിട്ടുള്ളത്. നെതർലൻഡ്സിന് വേണ്ടി മികച്ച പ്രകടനം നടത്തിയ താരമാണ് കോഡി ഗാക്പോ. ഇതാണ് IFFHS ഈ യൂറോ കപ്പിലെ ഏറ്റവും മികച്ച 11 ആയിക്കൊണ്ട് തിരഞ്ഞെടുത്തിട്ടുള്ളത്. ഏതായാലും അർഹിച്ച സ്പാനിഷ് താരങ്ങൾ ഇതിൽ ഇടം നേടി എന്നത് മറ്റൊരു വസ്തുതയാണ്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. കാണാം.